IT-യെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഓരോ നിമിഷത്തിലും ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ നാനോന്മുഖമായിട്ടുള്ള പുരോഗതിക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. നമ്മുടെ സാമ്പത്തിക മേഖലയിലും സാമൂഹ്യ മേഖലയിലുമൊക്കെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഇതിന് സാധിക്കും. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സഹായകരമായ ഒന്നാണ്. വാസ്തവത്തിൽ ഇതുകൊണ്ടുള്ള പ്രയോജനം നമ്മുടെ ഓഫീസുകളിലെ തിരക്ക് കുറക്കാൻ സാധിക്കും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ യാത്രാക്ലേശം കുറക്കാൻ സാധിക്കും. ഇത് എല്ലാ അർത്ഥത്തിലും ഇതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഇംഗ്ലീഷിലാണ്. ഒരാഴ്ചക്കകം മലയാളത്തിലാക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. ഈ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉള്ള ആളുകൾക്കും അല്ലാതെ ബാങ്കുകൾ മുഖേനയും ഒരു 10-36 ബാങ്കുകൾ മുഖേന നമുക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ 2000-ഓളം ആളുകൾ ഇത് ഉപയോഗിക്കാൻ സന്നദ്ധരായി കഴിഞ്ഞു. സയൻസ് ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും നമ്മുടെ രാജ്യം ലോകത്തിലെ ഉയർന്ന രാജ്യങ്ങളോടൊപ്പം ഉയർന്നു വരികയാണ്. ലോകത്തിലെ ഉയർന്ന രാജ്യങ്ങൾ 6 രാജ്യങ്ങളിൽ ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ അതുപോലെ ഉയർന്നു വരുന്ന ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യ രാജ്യത്തിനെ കണക്കാക്കുന്നത്. അതിനുവേണ്ടി ആയിരക്കണക്കിന് കോടിയാണ് ചെലവിടുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. ആ ചെലവിടുന്ന കാര്യങ്ങൾ അത് യൂസ്ലെസ് ആവാതിരിക്കണമെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് അത് പകർത്താൻ സാധിക്കണം. അത് സയൻസിൻ്റെയും ടെക്നോളജിയുടെയും ഡെവലപ്മെൻറ്റ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് പകർത്താൻ സാധിച്ചില്ലെങ്കിൽ അത് യൂസ്ലെസ് ആയി തീരും. അത് പകർത്താൻ സാധിക്കണം. അത് പകർത്താൻ നമുക്ക് കഴിയുന്നു. അത് പകർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നു. അതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന ഓൺലൈൻ പേയ്മെൻറ്റും എന്നുള്ള കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു 10,000 വീട്ടിൽ ഈ വർഷം റൂഫ് ടോപ്പ് പാനൽ വെച്ചുകൊണ്ട് 1 കിലോവാട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കി. അതിന് ആളുകൾ അപ്ലിക്കേഷൻ തന്നു, അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. 92,000-ൽ പരം ഉറുപ്പിക നമ്മൾ സബ്സിഡി കൊടുക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ 30%, നമ്മൾ 39%. അതുപോലെ നമ്മൾ ഈ സോളാർ ഇനിയും കുറേ ഉണ്ടാക്കാൻ ഈ വർഷം 25,000 വീടുകൾ ഓഫ് ഗ്രിഡ്, അത് ഈ പറയുന്നതിൽ നിന്നൊരു വ്യത്യാസം വരുത്തി ഇത് ബാങ്കിൽ നിന്ന് ലോൺ അഡ്ജസ്റ്റ് ചെയ്ത് 5 കൊല്ലക്കാലം ആ ബാങ്ക് ലോൺ നമ്മൾ അടച്ചു കൊടുക്കും. 5 കൊല്ലം കഴിഞ്ഞാൽ അവർ അടക്കണം.